ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 79. പെസഹ ബോധനവും സഭാപിതാക്കന്മാരും. കത്തോലിക്ക സഭയുടെ മതബോധനം 1094. പഴയ നിയമം പുതിയ നിയമം എന്നീ രണ്ട് ഉടമ്പടികളുടെ ലയത്തിന്മേലാണ് കർത്താവിൻ്റെ പെസഹ ബോധനം പണിയപ്പെട്ടിരിക്കുന്നത്. ലൂക്കാസിന് സുവിശേഷം 24 അധ്യായം 13 മുതൽ 29 വരെ, ദൈവവർഗം 14-16. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇനി അടുത്ത വരി ഈ കത്തോലിക്ക സഭയുടെ മതബോധനം 1094. പിന്നെ സ്ലീഹന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും പെസഹ മതബോധനത്തിന് അടിത്തറയും ഇത് തന്നെ. ഇന്ന് അതേക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇംഗ്ലീഷ് കൂടി ഒന്ന് വായിക്കുകയാണ്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1094. ഇറ്റ് ഈസ് ഓൺ ദ ഹാർമണി ഓഫ് ദ ടു ടെസ്റ്റമെന്റ്സ് that the Paschal Catechesis of the Lord is built. Luke's Gospel, chapter 24, verses 13 to 49, Dei Verbum 14 to 16, and then that of the apostles and the fathers of the church. ഈ ഖണ്ഡികയിൽ മറ്റ് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. സ്ലീഹന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും പെസഹ മതബോധനത്തിന് അടിത്തറയും ഇത് തന്നെ. ഏതു തന്നെ? പഴയ നിയമം പുതിയ നിയമം എന്നീ രണ്ട് തൂണുകൾ. ഈ രണ്ട് തൂണുകളിൽ മേലാണ് ഈശോ മിശിഹ തൻ്റെ പെസഹ ബോധനം പടുത്തുയർത്തിയത്. രണ്ടും ഇല്ലേ, അത് തമ്മിൽ ഒരു ഹാർമണി ഉണ്ട്, ലയമുണ്ട്, വൈരുദ്ധ്യമില്ല. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. സഭാപിതാക്കന്മാരും ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. ഈ രണ്ട് തൂണുകളിൽ മേലാണ്, പഴയ നിയമം പുതിയ നിയമം എന്നീ തൂണുകളിൽ മേലാണ് അവരുടെ മതബോധന പെസഹായുടെ മതബോധനം പടുത്തുയർത്തിയത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ചില കാര്യങ്ങളൊന്ന് ആലോചിക്കാം, ഒന്ന് പരിശോധിക്കാം. ഈ ബൈബിളിൻ്റെ ഏറ്റവും പൗരാണികമായ കയ്യെഴുത്ത് പ്രതികൾ നമുക്ക് കിട്ടിയത് 19ഉം 20ഉം നൂറ്റാണ്ടുകളിലാണ്. അപ്പോൾ ഈ 1900 വർഷം നമുക്ക് ബൈബിൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഈ മൗലിക കയ്യെഴുത്ത് പ്രതികൾ കിട്ടുന്നതിന് മുൻപ് അതിൻ്റെ പകർപ്പുകൾ ഉണ്ടായിരുന്നു. ഉദാഹരണം, AD 300-നും 325-നും ഇടയിൽ തയ്യാറാക്കപ്പെട്ട ബൈബിളിൻ്റെ മൊത്തം തയ്യാറാക്കപ്പെട്ട ഒരു കോദക്സ് ആണ് വത്തിക്കാൻ കോദക്സ്. AD 300 തയ്യാറാക്കപ്പെട്ടതാണ് വത്തിക്കാനിലിരിക്കുന്ന കോദക്സ്. കോദക്സ് എന്ന് പറഞ്ഞാൽ പുസ്തക രൂപത്തിലുള്ളത്, ചുരുളല്ല, പുസ്തക രൂപത്തിൽ. അതുപോലെ കോദക്സ് സിനൈറ്റിക്കുസ് ക്രിസ്തുവർഷം 330-ലും 360-നും ഇടയ്ക്ക് തയ്യാറാക്കിയതാണ്. നമുക്കതിൻ്റെ കയ്യെഴുത്ത് പ്രതി നമ്മുടെ കയ്യിൽ കിട്ടിയത് 19 നൂറ്റാണ്ടിലാണ്. കോദക്സ് അലക്സാണ്ടറിനോസ് AD 400-നൊക്കെ ആ സമയത്ത് തയ്യാറാക്കപ്പെട്ടതാണ്. പിന്നെ ആദ്യകാല തർജ്ജമകൾ, നമ്മുടെ പിശീത ബൈബിൾ നമ്മുടെ കയ്യിലുണ്ട്, സുറിയാനി ബൈബിള്, പഴയ ലത്തീൻ വിവർത്തനം. പിന്നെ അതിൽ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി വിശുദ്ധ ജെറോം തയ്യാറാക്കിയ വുൾഗാത്ത, പുതിയ ലത്തീൻ വിവർത്തനം. അതാണ് പിന്നെ സഭയുടെ ഔദ്യോഗിക ബൈബിളായിട്ട് മാറിയത്. ഇതൊക്കെ 4-ാം നൂറ്റാണ്ടിൽ 5-ാം നൂറ്റാണ്ടിലെ കാര്യം പറയണേ. കോപ്റ്റിക് ഭാഷയിലുള്ള വിവർത്തനം. ഇത് കൂടാതെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഉറവിടമാണ് സഭാപിതാക്കന്മാർ. സഭാപിതാക്കന്മാർക്ക് ഈ സുവിശേഷകന്മാർ എഴുതിയ പകർപ്പുകൾ പലതും കയ്യെഴുത്ത് പ്രതികൾ അവർക്ക് കിട്ടിയിരുന്നു. അവരുടെ കമൻട്രികളിൽ തുടർച്ചയായിട്ടുള്ള ബൈബിൾ വചനങ്ങളുടെ വ്യാഖ്യാനമുണ്ട്. അപ്പോൾ സഭാപിതാക്കന്മാരെ പഠിച്ചാൽ ബൈബിളിലെ മിക്കവാറും വചനങ്ങളൊക്കെ കിട്ടും. അവർക്ക് നമുക്ക് കിട്ടുന്നതിന് മുമ്പ് പിന്നീട് നഷ്ടപ്പെട്ടു പോയതാണ്. അവർക്ക് ഈ മൗലിക കയ്യെഴുത്ത് പ്രതികളും അതിൻ്റെ പകർപ്പുകളൊക്കെ അവർക്ക് കിട്ടിയിരുന്നു. റോമായിലെ ക്ലെമന്റ്, ജസ്റ്റിൻ മാർട്ടിർ, ഇഗ്നേഷ്യസ്, ഇരണൈമോസ്, അഗസ്തീനോസ് വരെയുള്ള സഭാപിതാക്കന്മാരെ നോക്കിയാൽ നമുക്ക് കിട്ടാത്ത പല കയ്യെഴുത്ത് പ്രതികളും അവർക്ക് കിട്ടിയിരുന്നു. അപ്പോൾ സഭാപിതാക്കന്മാർ വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവ് തന്നെയല്ല, അതോറിറ്റിയാണ്. ഇനി മൗലിക കയ്യെഴുത്ത് പ്രതി, ഇപ്പം ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ കയ്യെഴുത്ത് പ്രതിയാണ് നമുക്ക് ഏറ്റവും പൗരാണികം കിട്ടിയിരിക്കുന്നത്. ക്രിസ്തുവർഷം 120-ലത്തെ പകർപ്പാണത്, യോഹന്നാൻ എഴുതിയതിൻ്റെ പകർപ്പ്. അപ്പോൾ 120-ല്, ക്രിസ്തുവർഷം 120-ല് നമ്മൾ പറഞ്ഞ ഈ ഗ്രീക്ക് കവികളില്ലേ, ഹോമറും കൂട്ടരൊക്കെ, അവർക്ക് എഴുതിയതിൻ്റെ പകർപ്പേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ അവരെ സംശയിക്കുന്നില്ലല്ലോ. അപ്പോൾ ബൈബിളിൽ, പ്രത്യേകിച്ചും ബൈബിൾ വളരെ പഴയ നിയമക്കാണെങ്കിൽ മെറ്റിക്കുലസായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് അത് പകർത്തി എഴുതിയിരിക്കുന്നത്. അത്രയും തെറ്റായിട്ട് തർജ്ജമ ചെയ്യുന്നവരെ പച്ചയ്ക്ക് കത്തിച്ച് കളഞ്ഞായിരുന്നു. അത്ര ഗൗരവമായ സംഗതിയാണ് ഈ പകർപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ സഭാപിതാക്കന്മാർ ബൈബിൾ പഠിപ്പിക്കുകയാണെങ്കിലും പകർന്നു കൊടുക്കുകയാണെങ്കിലും സഭാപിതാക്കന്മാർ വളരെ പ്രധാനപ്പെട്ട ഉറവിടമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാതെയാണ് സഭാപിതാക്കന്മാരിൽ നമുക്ക് പകർന്നു കിട്ടിയ ലിറ്റർജി ആണെങ്കിലും ബൈബിൾ ആണെങ്കിലും അതിന് വില കൽപ്പിക്കാതെ
ഞാനാണ് ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസൻ, അവർക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമെന്നുള്ള മട്ടില് ഓരോരുത്തരും സ്വന്തമായി കൂട്ടിച്ചേർത്ത് കുർബാനയിലാണെങ്കിലും വ്യാഖ്യാനത്തിലും ചെയ്യുന്നത് ശരിയല്ല. സഭാപിതാക്കന്മാരുടെ കൂറ് പുലർത്തി വേണം നമ്മൾ ബൈബിൾ പഠിക്കാനും പഠിപ്പിക്കാനും. ഈ സന്ദർഭത്തിൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഇന്ത്യൻ ഭാരതീയ ദൈവശാസ്ത്രം പാശ്ചാത്യർ അംഗീകരിക്കാത്തത്? നമുക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഈ ജേണൽസ് ഉണ്ട് ഇന്ത്യയിൽ, അല്ലേ? ഒരുപാട് ജേണൽസ് ഉണ്ട്. പക്ഷെ ഇതൊന്നും പാശ്ചാത്യ ദേശത്ത് അത്ര ചർച്ച ചെയ്യപ്പെടുന്നില്ല. എന്തേ? പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പാശ്ചാത്യരെ അനുകരിക്കാൻ നടക്കുകയാണ്. അവർക്ക് മൗലികമായുള്ളപ്പോൾ നമ്മുടെ അനുകരണം വേണോ? നമ്മൾ സഭാപിതാക്കന്മാരെ പഠിക്കാതെ, വിശേഷിച്ചും പൗരത്വ സഭാപിതാക്കന്മാരെ പഠിക്കാതെ, അവരെ മുഖവിലേക്ക് എടുക്കാതെ, അവരുടെ വ്യാഖ്യാനങ്ങൾക്ക് ചെവി കൊടുക്കാതെ നമ്മൾ ഈ സംസ്കൃതവും ഹിന്ദു ഫിലോസഫിയും ഇസ്ലാമോളജിയും പഠിപ്പിച്ച് നടന്നാൽ ഏത് പാശ്ചാത്യരെ സ്വീകരിക്കുക? വത്തിക്കാൻ സ്വീകരിക്കുമോ? നമ്മളൊരു മിശ്ര മതം, മിശ്ര വിവാഹം പോലെ മിശ്ര മതമായിട്ട് കൊണ്ട് നടക്കുക. കുർബാനയിൽ ഖുറാൻ വായിക്കുക, കുർബാനയിൽ ഗീത വായിക്കുക. സഭാപിതാക്കന്മാരെ കണ്ടാൽ സാത്താൻ കുരിശ് കണ്ട പോലെയാണ്. അപ്പൊ ഈ ഒരു പ്രശ്നം നമുക്ക് നമ്മുടെ പാരമ്പര്യത്തെ വിലമതിക്കാനോ, ഈ പൗരസ്ത്യ സഭാപിതാക്കന്മാരെ ബഹുമാനിക്കാനോ, പൗരസ്ത്യ ദേശത്തെ വിശുദ്ധന്മാരെ പോലും നമുക്കറിയില്ല. നമുക്ക് പാശ്ചാത്യ വിശുദ്ധരൊക്കെ അറിയാം, പൗരസ്ത്യ ദേശത്തെ വിശുദ്ധന്മാരെ നമുക്ക് അറിയില്ല. അതൊക്കെ നമ്മൾ അറിയേണ്ടതല്ലേ? അവരുടെ കൺട്രിബ്യൂഷൻസ് അറിയണ്ടേ? പൗരസ്ത്യ ദൈവശാസ്ത്രമല്ലേ പാശ്ചാത്യർക്ക് സ്വീകരിക്കപ്പെട്ടത്? ജപമാല പോലും, നിങ്ങൾ തിരുവചന ജപമാല ആരെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ ജപമാലയുടെ ആരംഭം എവിടെയാ? പൗരസ്ത്യ ദേശത്താണ്. അത് പാശ്ചാത്യരുടെ എന്ന് പറഞ്ഞ് നടക്കുന്നത് എങ്ങനെയാ? ഇപ്പൊ പാശ്ചാത്യരുടെ തോന്നും. അപ്പൊ നമുക്കതിന്റെ ഉറവിടങ്ങൾ അറിയാത്തത് കൊണ്ടും പൗരസ്ത്യ സഭാപിതാക്കന്മാരെ പഠിക്കാത്തത് കൊണ്ടുമാണ് നമ്മുടെ ദൈവശാസ്ത്രം ആരും അംഗീകരിക്കാത്തത്. അതിന് അംഗീകരിക്കാത്തതിന്റെ ഒരു രസകരമായ കഥ കൂടി ഞാൻ പറയാം. 1923 സീറോ മലബാർ ഹൈറാർക്കി സ്ഥാപിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞൊരു 11 കൊല്ലം കഴിഞ്ഞപ്പോൾ 1934 വത്തിക്കാൻ മാർപ്പാപ്പ അന്നത്തെ സീറോ മലബാർ ഹൈറാർക്കി എന്ന് പറഞ്ഞ മെത്രാന്മാരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പൗരാണിക ലിറ്റർജി വീണ്ടെടുക്കണം. അപ്പോൾ നമ്മുടെ മെത്രാന്മാർ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞതെന്നറിയോ? ഇപ്പോഴത്തെ വിമത വൈദികരും ആത്മായ മുന്നേറ്റക്കാരും പറഞ്ഞ അതേ കാര്യം. കഴിഞ്ഞ 11 വർഷമായിട്ട് ഞങ്ങൾക്കൊരു ലിറ്റർജി ഉണ്ട്, ജനാഭിമുഖം, അത് മതി. വത്തിക്കാൻ പറഞ്ഞു, നിങ്ങളുടെ ലിറ്റർജിയാണ് ലോകത്ത് ഏറ്റവും പ്രാചീനമായ പൗരാണികമായ ലിറ്റർജി, അത് വീണ്ടെടുക്കണം. ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾക്ക് 11 വർഷം പഴക്കമുള്ള ഒരു ലിറ്റർജി ഉണ്ട്, ഞങ്ങൾക്കത് മതി. എറണാകുളത്ത് അവർ പറയില്ല, ഞങ്ങൾക്ക് 30 വർഷം പഴക്കമുള്ള ലിറ്റർജി ഉണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേ. ഇപ്പം അവർ 60 ആക്കിയത്. 30 കൊല്ലം ഇങ്ങനെ അനുസരിക്കാണ്ട് നടത്തിയല്ലോ. ഈ ഇരിങ്ങാലക്കുട രൂപതയിൽ ഒരു അച്ഛൻ കുറേ നാളുകൾക്ക് മുമ്പ് ഈ ഏകീകൃത കുർബാനൊക്കെ വന്ന സമയത്ത് പുള്ളി എനിക്കൊരു മെസ്സേജ് ഇട്ടു. ഞാൻ ജനിച്ചപ്പോൾ മുതൽ കാണുന്നത് ഏകീകൃത കുർബാനയാണ്, അതുകൊണ്ട് എനിക്ക് ഏകീകൃത കുർബാന മതി. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട്, അപ്പം അന്ന് അദ്ദേഹം എനിക്കൊരു 30 വയസ്സുണ്ടായിരിക്കും ആ അച്ഛന്. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നത് ഏകീകൃത ജനാഭിമുഖ കുർബാനയാണ്, എനിക്കത് മതി. ഞാൻ തിരിച്ചു ചോദിച്ചു, അച്ഛൻ ജനിച്ച അന്നാണോ സഭ ജനിച്ചത്? അച്ഛൻ ജനിച്ചപ്പോഴാണോ കത്തോലിക്ക സഭ ഉണ്ടായത്? ഞാൻ ജനിച്ചപ്പോൾ മുതൽ ജനാഭിമുഖമാണ്, അതുകൊണ്ട് അത് മതി. എന്തൊരു വിവരമുണ്ട്! അപ്പം ഈ അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ മെത്രാന്മാർ അതന്നെ പറഞ്ഞത്. 11 കൊല്ലം പഴക്കമുള്ളൊരു ലിറ്റർജി ഞങ്ങൾക്കുണ്ട്, അത് ഞങ്ങൾക്കത് മതി. അപ്പോൾ ഈ ലിറ്റർജി എന്താണെന്ന് തിരിച്ചറിയാതെ, സഭാപിതാക്കന്മാരെന്നും തിരിച്ചറിയാതെ അജ്ഞതയിൽ അഭിനമിക്കാനായിട്ടുള്ള ആഗ്രഹം. ഇപ്പൊ ഈ വിമതരും മുന്നേറ്റക്കാരും പറയുന്നത് തന്നെ അന്ന് മെത്രാന്മാർ പറഞ്ഞു. ഞാൻ ആവർത്തിക്കുക, സഭാപിതാക്കന്മാരെ, ഈ കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിക്കുന്നത് ലിറ്റർജി നമുക്ക് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് സഭാപിതാക്കന്മാരോട് ചെയ്ത കാര്യം എന്താണ്? പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ആ 2 തൂണുകളിലാണ് പെസഹയുടെ മതബോധനം ഈശോ മിശിഹ തയ്യാറാക്കിയതും സഭാപിതാക്കന്മാർ തയ്യാറാക്കിയതും. അതുകൊണ്ട് തന്നെ ഈശോ മിശിഹായെ പഠിക്കണമെങ്കിൽ സഭാപിതാക്കന്മാരെ കൂടി പഠിക്കണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് തിരിച്ചറിയാനായിട്ട് ഒരു തിരുവചന ഭാഗം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. മർക്കോസിന്റെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായം 5 മുതൽ 8 വരെ വാചകങ്ങൾ വായിക്കുക. അവിടെ എഴുതിയിരിക്കുകയാണ്, മാലാഖ സ്ത്രീകളോട് പറഞ്ഞു, അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലിലേക്ക് പോകുന്നു, നിങ്ങൾക്ക് മുൻപേ പോകുന്നു. പ്രോ ആഗോ എന്നാണ് ഗ്രീക്ക് വാക്ക്. പ്രോ ആഗോ എന്ന് പറഞ്ഞാൽ ആട്ടിടയൻ ആടുകൾക്ക് മുമ്പേ നടക്കുന്നതിന് തുല്യമാണ്. ആട്ടിടയൻ ആടുകൾക്ക് മുമ്പേ നടക്കുന്നു, ആടുകൾ പിന്നാലെ പോകുന്നു. അപ്പോൾ മിശിഹ എന്ന ഇടയൻ നിങ്ങൾക്ക് മുൻപേ പോകുന്നു.
ഗലീലയ്ക്ക് പോകുന്നു. എന്തിനാ അങ്ങനെ പോകുന്നത്? ആട്ടിടയൻ പോകുന്നതാണ് മാലാഖ പറഞ്ഞത്. അത് മനസ്സിലാക്കണമെങ്കിൽ 14-ാമത്തെ അധ്യായത്തിലേക്ക് പോകണം. അപ്പം 16 നമ്മൾ 14ലേക്ക് പോകുകയാണ്. അവിടെ 27-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും. ഇടയൻ കൊല്ലപ്പെടുമ്പോൾ ആടുകൾ ചിതറിക്കപ്പെട്ടു. യേശു എന്ന ഇടയൻ കൊല്ലപ്പെട്ടപ്പോൾ ആടുകൾ ചിതറിക്കപ്പെട്ടു. ചിതറിപ്പോയ ആടുകൾ ശേഖരിക്കാൻ വേണ്ടിയാണ് ഉത്ഥാനം ചെയ്ത ആട്ടിടയൻ മുൻപേ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഈ കുറച്ചുകൂടി അങ്ങ് പുറകോട്ട് പോകുക. അതായത് അവസാന അധ്യായത്തിൽ നിന്നും ആദ്യത്തിലേക്ക് പോകുമ്പോൾ 6-ാമത്തെ അധ്യായത്തിൽ ചെല്ലുമ്പോൾ അവൻ അവരെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു? 2 കാര്യങ്ങൾ ചെയ്തു. അവൻ വളരെ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി 2 ദിവസം. 3-ാം ദിവസം അവർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു, വചനം കൊടുത്തു, കുർബാനയുടെ ഒരു മുൻ ആസ്വാദനം, അപ്പം കൊടുത്തു. അപ്പോൾ അവൻ ഇടയനായത് എങ്ങനെയാണ്? വചനത്തിലൂടെയും കൂദാശയിലൂടെയും. ആ അപ്പത്തിന് 2 അർത്ഥമുണ്ട്. സാധാരണ അപ്പം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഭൗതികമായ അപ്പവും ആധ്യാത്മിക അപ്പവും കൊടുത്തു, വചനം കൊടുത്തു. ഇത് കുറച്ചുകൂടി നമ്മൾ മുമ്പിലേക്ക് പോയാൽ 1-ാമത്തെ അധ്യായം 1:14-15 അവൻ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് വന്നു. ദൈവത്തിന്റെ സുവിശേഷം, ഈ വാക്യം എവിടെ നിന്ന് കിട്ടിയത്? 1-ാമത്തെ അധ്യായം 1:1 കാണാം. ഇത് ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം, സുവിശേഷം, എവാങ്കേലിയോൺ. ഈ 2 വാക്കുകൾ, സുവിശേഷം, ആട്ടിടയൻ, ഇത് 2 നമ്മൾ എവിടെയാണ് കാണുന്നത്? യെശയ്യായുടെ പുസ്തകം 40-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെ. അവൻ സിയോനിൽ നിന്ന് ആട്ടിടയനായിട്ട് വരും. ഞാൻ പറയുന്നു, ഇതാണ് സദ്വാർത്ത. സദ്വാർത്ത, ഗുഡ് ന്യൂസ്, സുവിശേഷം. ആ വാക്കും ഇടയനെ പോലെ ദൈവം വരുന്നു എന്ന വാക്കും യെശയ്യായുടെ പുസ്തകത്തിലാണ് കാണുന്നത്. അപ്പോൾ മർക്കോസിന്റെ സുവിശേഷം 16-ൽ നിന്ന് പുറകോട്ട് 14-ലേക്കും 6-ലേക്കും 1-ലേക്കും പിന്നെ യെശയ്യായിലേക്കും പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോയ പോലെ അല്ല ഇങ്ങോട്ട് വരുമ്പോൾ അർത്ഥം കിട്ടുക. അങ്ങോട്ട് നമ്മൾ ഗലീലയിൽ നിന്നും കർത്താവിനെ കൂടെ ജെറുസലത്തേക്ക് പോകുകയായിരുന്നു. ഇപ്പം നമ്മൾ കർത്താവ് ഉത്ഥാനം ചെയ്തിട്ട് ആട്ടിടനായി പോകുന്ന കർത്താവിൻ്റെ പിന്നാലെ നമ്മൾ പോകുകയാണ്. അപ്പോൾ അവൻ അങ്ങോട്ട് പോയ വഴിയിലൂടെ തിരിച്ചു നടക്കുമ്പോൾ വേറൊരർത്ഥമാണ് കിട്ടുക. ഈ അർത്ഥം ആണ് സഭാപിതാക്കന്മാർ കണ്ടെത്തിയത്. അതുകൊണ്ട് കർത്താവ് മുൻപേ പോകുന്നു, സഭാപിതാക്കന്മാർ പിന്നാലെ പോകുന്നു. നമ്മൾ അവരുടെ പിന്നാലെ പോയാൽ ഈ പറഞ്ഞ തരത്തിൽ കർത്താവിൻ്റെ വെളിപാട് നമുക്ക് മനസ്സിലാകും. അത് മനസ്സിലായാലേ ലിറ്റർജി മനസ്സിലാകൂ, പരിശുദ്ധാത്മ ശക്തി മനസ്സിലാകൂ. അതുകൊണ്ടാണ് ഈ പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ഹാർമണി എന്ന് പറയുന്ന 2 തൂണുകളിൽ ഈശോ പെസഹാബോധനം തയ്യാറാക്കിയതുപോലെ, സഭാപിതാക്കന്മാർ കെട്ടിപ്പടുത്തതുപോലെ, സ്ലീഹന്മാർ കെട്ടിപ്പടുത്തതുപോലെ നമ്മളും അങ്ങനെ ചെയ്യണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് മനസ്സിലാക്കിയാലേ ലിറ്റർജി മനസ്സിലാകുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കൂടുതൽ കാര്യങ്ങളും അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. ചുരുക്കത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം മുൻപോട്ട് വായിച്ച് പിന്നെ പുറകോട്ടും കൂടി വായിക്കണം. ഞാൻ സെമിനാരിൽ ചേർന്നത് 15-ാമത്തെ വയസ്സിലെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് രാവിലെ ബൈബിൾ വായന 15 മിനിറ്റ്, വൈകിട്ട് സ്പിരിച്വൽ റീഡിങ്. ഞാൻ 2 നേരം ബൈബിൾ തന്നെ വായിച്ചേ. രാവിലെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിക്കും, അതായത് ആ ക്രമത്തിൽ. വൈകിട്ട് വെളിപാട് തൊട്ട് ഉൽപ്പത്തി വരെ വായിക്കും. അന്ന് എനിക്ക് വ്യാഖ്യാനിക്കുന്ന കാര്യമായിട്ട് അറിയില്ല. ഇഷ്ടപ്പെട്ട വചനങ്ങൾ ഞാൻ ഡയറിയിൽ എഴുതി വയ്ക്കും. അന്നോട്ട് ഡയറി എഴുതുന്ന ശീലമുണ്ട്, ഇപ്പോഴും ഉണ്ട്. എല്ലാ ദിവസവും ഡയറി എഴുതും. അന്ന് ഡയറിയിലൊക്കെ എഴുതിയിരുന്നത് അന്ന് വായിച്ച ആ തിരുവചന ഭാഗത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനമാണ്. അങ്ങനെ സെമിനാറിൽ പിന്നീട് ഞാൻ ഹീബ്രു പഠിച്ചു, ഗ്രീക്ക് പഠിച്ചു, ബൈബിളിലുണ്ടായിരുന്നു. മറ്റു വിഷയങ്ങളിലൊക്കെ എനിക്ക് മാർക്ക് കുറവായിരുന്നെങ്കിലും ബൈബിളും അതുപോലെ തന്നെ ഹീബ്രു, ഗ്രീക്കിലൊക്കെ എനിക്ക് ഭയങ്കര മാർക്കായിരുന്നു. അതായത് ബൈബിള്, മറ്റു വിഷയങ്ങളിലൊക്കെ എനിക്ക് മാർക്ക് കുറവായിരുന്നു. പക്ഷെ ബൈബിളിൽ വരുമ്പോൾ 98, 99 മാർക്കാണ്. 100 ആ തരത്തിലാണ് എനിക്ക് മാർക്കായിരുന്നത്. അതിന് ഞാൻ വിചാരിക്കുന്ന ആ താല്പര്യം കൂടിയാണ് ഈ ബൈബിൾ വായിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുന്നതിൻ്റെ രീതി. ചില പുസ്തകങ്ങളൊക്കെ ഒറ്റ ഇരിപ്പിൽ വായിക്കും ഞാൻ. ഇപ്പോൾ വെളിപാട് പുസ്തകം ഒരു 2-2.5 മണിക്കൂർ ഉണ്ടെങ്കിൽ മൊത്തം വായിക്കാം. മർക്കോസിനെ സംബന്ധിച്ചാൽ കറക്റ്റ് 2.5 മണിക്കൂറാണ് ഒറ്റ പ്രാവശ്യം ഇരുന്ന് വായിച്ചാൽ. ഒരു ഗ്രീക്ക് നാടകത്തിൻ്റെ ലെങ്താണത്. നമ്മുടെ സിനിമകളൊക്കെ അങ്ങനെയായിരുന്നല്ലോ, 2-2.5 മണിക്കൂറാണ്. അങ്ങനെ ഒരൊറ്റ ഇരിപ്പിൽ വായിച്ചാൽ അങ്ങനെയാണ്. അങ്ങനെ വായിക്കുമ്പോൾ കിട്ടുന്ന അനുഭവം വേറെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ബൈബിളിനെ ദൈവത്തിൻ്റെ വചനമായിട്ട് മനസ്സിലാക്കാനും അത് ആ തരത്തിൽ നമ്മളതിനെ സമീപിക്കാനും തയ്യാറായാൽ അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഉള്ളറകൾ തിരിച്ചറിയാൻ. ഉള്ളറകൾ തിരിച്ചറിഞ്ഞാലും ജീവിക്കുക എന്ന് പറയുന്നത് അടുത്തൊരു വലിയൊരു ഭയങ്കര പ്രശ്നമാണ് അല്ലേ. മറ്റുള്ളവർ തീർച്ചയായിട്ടും പ്രസംഗിച്ച് ഞാൻ സ്വയം തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ മർദ്ദിച്ച് അവസനാക്കുന്നുവെന്ന് വിശുദ്ധനായ പൗലോസിലേക്ക് പറഞ്ഞേ. അപ്പോൾ എൻ്റെ കാര്യമൊക്കെ എന്താണ്, നിങ്ങളുടെ കാര്യം എന്താണ്? അപ്പോൾ നമുക്ക് അപ്പോഴും ഇതിൻ്റെ ഉള്ളറകൾ തിരിച്ചറിയാൻ ആ ഒരു ആനന്ദമുണ്ടല്ലോ, കർത്താവിന് തിരിച്ചറിയുന്ന ഒരു ആനന്ദം, ആ ആനന്ദമെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. അത് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം.
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.